എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരുപാട് താങ്ക്സ് പറയാണ്. നമ്മളിപ്പോൾ 6 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ഫാമിലിയായി. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ പാടില്ല, 6 lakh മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയായി. അതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. നിങ്ങളെല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമ്മൾ 6 lakh ആയത്. അപ്പോൾ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെന്നെ എന്താ പറയുക, എന്നെ വീണ്ടും മുന്നോട്ട് ഇതേ സന്തോഷത്തിലും ഇതേ സപ്പോർട്ടോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ 6 lakhൻ്റെ നമ്മുടെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് കേക്ക് കട്ടിംഗ് ഒന്നും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് വേസ്റ്റായി പോവുള്ളൂ. ഞാൻ കേക്ക് കഴിക്കാറില്ല, കിച്ചൂസ് അങ്ങനെ കേക്ക് കഴിക്കാറില്ല. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒന്നല്ല, ഞാനൊരു റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. നമ്മുടെ കസ്റ്റർഡ് ബ്രെഡ് പുഡിങ് ആണ് കേട്ടോ. കസ്റ്റർഡ് പൗഡറും ബ്രെഡും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിലൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്യുമ്പോൾ ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി വിപ്പിംഗ് ക്രീമിൽ ചേർത്തിട്ട് വിപ്പ് ചെയ്യുക. അപ്പോൾ നല്ല മധുരം ഉണ്ടാവും വിപ്പിംഗ് ക്രീമിന്. അതുപോലെ തന്നെ 100 ml ആണ് വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത്. അത് രണ്ടും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കസ്റ്റർഡ് ബ്രെഡ് പുഡിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് 4 സൈഡും കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ നമ്മുടെ കസ്റ്റർഡ് പൗഡർ. ഏത് ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡർ ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവറാണ്. നിങ്ങൾക്ക് വാനില എടുക്കാം, പൈനാപ്പിൾ എടുക്കാം, സ്ട്രോബെറി എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂണാണ് നമുക്ക് കസ്റ്റർഡ് പൗഡർ വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാലൊരു പാനിലേക്ക് മാറ്റാം. 1 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്ത പാലിൽ 1/2 കപ്പ് പാല് ഈ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ബാക്കി പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കസ്റ്റർഡ് പൗഡർ നമുക്ക് ഈ പാലിലേക്ക് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് തിളപ്പിച്ച പാലല്ല കേട്ടോ, തിളപ്പിക്കാത്ത പാലാണ്. 1/2 കപ്പ് പാലിലാണ് നമ്മൾ ഈ ഒരു കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്യാൻ പോകുന്നത്. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. തിളപ്പിക്കാത്ത പാലാണ്, തണുത്തിരിക്കുന്ന പാല്, നോർമൽ ടെമ്പറേച്ചറുള്ള പാല്. ഇത് ഒട്ടും കട്ടയില്ലാതെ കലക്കി വയ്ക്കാം നമുക്ക്. ബാക്കിയുള്ള പാല് തിളച്ച് വരുമ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്താലും മതി. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നമ്മുടെ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ചേർക്കാനായിട്ട്. ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും നന്നായിട്ട് ഇളക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതിനൊരു വുഡൻ സ്പാറ്റില യൂസ് ചെയ്യാണ് നല്ലത് പാല് ഇളക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീലിൻ്റെ കയ്യിൽ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുമ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വുഡൻ സ്പാറ്റില തന്നെ യൂസ് ചെയ്യുക. കസ്റ്റർഡ് പൗഡർ ചേർക്കുമ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് ചേർക്കുക. അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ച് പൊങ്ങുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇതിലേക്ക് നമ്മുടെ കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. വീണ്ടും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പഞ്ചസാര എടുത്തു വച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിം ആയിരിക്കണം. ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കുകയോ ചെയ്യരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലേവറിന് വേണ്ടി വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടിയിൽ പിടിക്കരുത്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പാല് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് മാറാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കാഷ്യൂനട്ട്, ആൽമണ്ട്സ്, പിസ്ത, അതുപോലെ തന്നെ കുറച്ച് ചെറി, ഇങ്ങനെ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഏത് വേണമെങ്കിലും ഈ ഒരു പുഡിങ്ങിൽ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്യാം. ഞാനപ്പോൾ ഇത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ഒരു തണുത്ത് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ബൗളുമാണ്. അപ്പോൾ നമുക്കിനി ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളൊരു ബൗളിൽ ഐസ് ഇട്ടിട്ട് ഐസിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ച ബൗൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വിപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ബുദ്ധിമുട്ടാതെ നല്ല തിക്കായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിപ്പ് ചെയ്ത് തുടങ്ങാം. ആദ്യം സ്ലോ സ്പീഡിൽ വിപ്പ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടി നല്ല ഹൈ പീക്സായി വരുന്നത് വരെ വിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം
ഇത് കണ്ടോ, ഇതുപോലെ ഹൈ പീക്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പീക്സ് പോലെ നിൽക്കണം. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിതെടുത്ത് ഫ്രീസറിലേക്ക് വെക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് ബ്രെഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ വിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നിൽക്കണം. അതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. പിന്നെ നമ്മുടെ ഈ ബ്ലേഡ്സ് ഉണ്ടല്ലോ, നമ്മൾ വിപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ബ്ലെൻഡറും അതുപോലെ നമ്മൾ ഏത് ബൗളിലാണ് വിപ്പ് ചെയ്യുന്നത് ആ ബൗളും നമ്മുടെ ഫ്രീസറിൽ എടുത്ത് വെക്കാം കേട്ടോ. അപ്പോഴാണ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇനി ഫ്രീസറിലേക്ക് വെക്കട്ടെ. ബ്ലെൻഡറിൻ്റെ ബ്ലേഡ് എടുത്ത് വെക്കേണ്ട, വിപ്പിംഗ് ക്രീം മാത്രം വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എടുത്ത് ഫ്രീസറിലേക്ക് വെക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ 4 ബ്രെഡ് സ്ലൈസ് വെച്ചത് കറക്റ്റാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുഡിംഗ് ബൗളിൽ കറക്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കി വെക്കുക കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മൾ പാലും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റർഡ് പൗഡറും എല്ലാം ചേർത്ത മിക്സ് അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ചൂട് മാറിയതിന് ശേഷം ഒഴിക്കുക. അപ്പോൾ ഞാൻ ഈ കസ്റ്റർഡ് മിക്സിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തു കേട്ടോ. മധുരം ചെക്ക് ചെയ്തപ്പോൾ മധുരം കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്തു. പൊടിച്ച പഞ്ചസാരയുടെ അളവ് പറയുകയാണെങ്കിൽ 1/2 കപ്പാണ്. പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പ് പൊടിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ 1/2 കപ്പ് ചേർക്കുക, പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ 1/4 കപ്പ് എടുത്തിട്ട് പൊടിച്ച് ചേർക്കുക. ഇപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ മുകളിൽ കസ്റ്റർഡ് മിക്സ് കറക്റ്റായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒഴിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ ബ്രെഡ് സെറ്റ് ചെയ്യാം. അത് തിരിച്ചാണോ മറിച്ചാണോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് മുകളിലും നമുക്ക് നമ്മുടെ കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പാറ്റില യൂസ് ചെയ്തിട്ട് ഈ കസ്റ്റർഡ് മിക്സ് നന്നായിട്ട് ബ്രെഡിലേക്ക് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എത്ര ലെയർ വേണമെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 3 ലെയറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലെയർ സെറ്റ് ചെയ്യാം. 3 4 ലെയർ സെറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ലെയറും സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മളൊരു 1/2 മണിക്കൂർ ബ്രെഡും നമ്മുടെ കസ്റ്റർഡ് മിക്സും കൂടി ചേർന്ന് സെറ്റ് ചെയ്തത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. ഒരു സ്പാറ്റിലോ നൈഫോ ഏതെങ്കിലും എടുക്കുക. നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. കുറച്ച് തിക്കായിട്ട് ഇട്ടിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ചൂട് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റിൽ ഇത് ചെയ്യുമായിരിക്കും നല്ലത്. വിപ്പിംഗ് ക്രീം ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് നമ്മളൊരു 1.5 സെൻറ്റിമീറ്റർ തിക്നെസ്സിലാണ് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ളത്. അത്രയും തിക്കായിട്ട് ഇട്ട് കൊടുത്താലാണ് നന്നായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കഴിക്കാൻ പറ്റുക. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ട് ഇടുന്നുണ്ട്. ബാക്കി ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ചെറിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നട്ട്സൊക്കെ ഇട്ട് ചെറിയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് നമ്മുടെ പുഡിംഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഫ്രീസറിൽ വെക്കേണ്ട. 3 മണിക്കൂറോ ഒരു ദിവസം മുഴുവനോ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് കഴിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി കസ്റ്റർഡ് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.